റിലീസ് ചെയ്യാനൊരുങ്ങുന്ന സിനിമ പ്രദർശനയോഗ്യമാണോ എന്ന് നോക്കി സർട്ടിഫിക്കറ്റ് നൽകേണ്ട സെൻസർ ബോർഡിന്റെ ജോലി ഇപ്പോൾ കോടതികൾ ഏറ്റെടുത്തു തുടങ്ങിയോ എന്നാണ് പലരുടെയും സംശയം. ജാനകി എന്ന സുരേഷ് ഗോപി ചിത്രത്തിനു ശേഷം ഷെയ്ൻ നിഗം നായകനാകുന്ന ഹാൽ സിനിമയും കോടതി നേരിട്ട് കണ്ട് വിലയിരുത്തുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന ഭരണഘടനാപരമായ അവകാശം നിലനിർത്തി തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ വേണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. അതിനാൽ ജഡ്ജിമാർ സിനിമ കാണുന്നതിനെ കുറ്റം പറയാനാവില്ല. എന്നാൽ സെൻസർ കട്ടുകൾ കോടതികൾ തീരുമാനിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കോഡ് പരിശോധിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം ഏറ്റവും പരമപ്രധാനമായി നിൽക്കുമ്പോൾ സെൻസർ ബോർഡ് ചില തൽപര കക്ഷികളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ചിത്രത്തിൻ്റെ പ്രദർശനാനുമതി നിഷേധിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ദി മെമ്പേഴ്സ് ഓഫ് ദി സെൻസർ ബോർഡ് ഷുഡ് ബി മെയ്ഡ് അക്കൗണ്ടബിൾ ബൈ പേയിങ് ദ കോസ്റ്റ് ഫ്രം ദെയർ പോക്കറ്റ്സ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള സെൻസർ ബോർഡ് നടപടികൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. We know the history of this act in India. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കിസ്സാ കുർസിക്ക എന്ന ചിത്രം അതിൻ്റെ മാസ്റ്റർ പ്രിൻ്റ് സെൻസർ ബോർഡിൻ്റെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അന്നത്തെ കേന്ദ്ര സർക്കാർ കത്തിച്ച് കളഞ്ഞ ഒരു സംഭവം പോലും നമുക്കറിയാം. ആൻഡ് ഫ്രം 1952 ഓൺവേഴ്സ് എത്രയോ സിനിമകൾ, 90കളുടെ അവസാനം പുറത്തിറങ്ങിയ ഫയർ എന്ന മൂവിയും 2000ൻ്റെ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ വാട്ടർ എന്ന മൂവിയും അതുപോലെ തന്നെ ബെൻഡിറ്റ് ക്യൂൻ, ഒട്ടനവധി മൂവികൾ ചില പ്രത്യേക ആളുകളുടെ അല്ലെങ്കിൽ കക്ഷികളുടെ എതിർപ്പിനെ തുടർന്ന് സർട്ടിഫിക്കേഷൻ നിഷേധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. നിർമ്മാതാക്കൾ ഇനി മുതൽ കോടതി വ്യവഹാരങ്ങൾക്കുള്ള തുക കൂടി മുൻകൂട്ടി കണ്ട് സിനിമ നിർമ്മിക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്നാണ് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ പറയുന്നത്. വ്യവഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കുക, സിനിമയുടെ നിർമ്മാണ എല്ലാ ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഭാവിയിൽ നമ്മൾ സിനിമാ ബഡ്ജറ്റിനകത്ത് കോടതി വ്യവഹാരങ്ങൾക്കുള്ള ഫണ്ടും കൂടെ നേരത്തെ കണ്ടുവെക്കേണ്ടതുണ്ട്. കാരണം സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വ്യവഹാരങ്ങളിൽ കുടുങ്ങിയ ശേഷം സെൻസർ ബോർഡ് നടപടി തെറ്റാണെന്ന് ബോധ്യം വന്നാൽ കോടതികൾ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ട വിഷയം. ഒരു എറർ ഓഫ് ജഡ്ജ്മെൻ്റ് അല്ല, ഇതൊരു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ കൺട്രോളിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിസെൻറ്റ് അടിച്ചമർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു നിയന്ത്രണമാണ് അല്ലെങ്കിൽ ഒരു നീതി നിഷേധമാണ് എന്ന് കണ്ടെത്തുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതികൾ ഹെവി കോസ്റ്റ് സെൻസർ ബോർഡിനെതിരെ ഇമ്പോസ് ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ അനുമതിക്ക് ശേഷമേ ഇന്ത്യയിൽ സിനിമകൾ റിലീസ് ചെയ്യാനാകൂ. പ്രാഥമിക സ്ക്രീനിംഗ് ബോർഡ് എന്തെങ്കിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും നിർമ്മാതാക്കൾ അതിന് വഴങ്ങാതിരിക്കുകയും ചെയ്താൽ സിനിമ റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടും. റിവൈസിംഗ് കമ്മിറ്റിയും മാറ്റങ്ങൾ ശരിവെച്ചാൽ പിന്നെ സർക്കാർ തലത്തിൽ അപ്പീലില്ല, ഹൈക്കോടതിയാണ് ശരണം. അതിനാലാണ് കോടതി കയറുന്ന സിനിമകളുടെ ബാഹുല്യം കൂടുന്നതും.